അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ Realme GT മാസ്റ്റർ എഡിഷൻ വേഴ്സസ് Poco F3 GTയുടെ സ്പെസിഫിക്കേഷൻ കമ്പാരിസൺ ആയിരിക്കും നടത്താൻ പോകുന്നത്. അപ്പോൾ കുറച്ചുനാൾ മുമ്പ് Xiaomi അവരുടെ Poco എന്നൊരു ബ്രാൻഡിൽ അവരുടെ Poco F3 GT ലോഞ്ച് ചെയ്തായിരുന്നു. അതേ സെയിം ഇതൊക്കെ വെച്ചിട്ട് Realme അവരുടെ Realme GT മാസ്റ്റർ എഡിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടും നമുക്ക് പറയാൻ പറ്റും സെയിം പ്രൈസിങ്ങിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പെസിഫിക്കേഷൻ കമ്പാരിസൺ ഒക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ കൂടുതൽ സമയമൊന്നും കളയാതെ നമുക്ക് കാര്യങ്ങളിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് Realme GT മാസ്റ്റർ എഡിഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിക്കകത്തൊക്കെ ഈ ഫോൺ വരുന്നത് രണ്ട് ഓപ്ഷൻസിലൊക്കെ തന്നെയാണ്. ഒന്നാണ് വോയേജർ റേഞ്ച് ഓപ്ഷൻ ഉണ്ട് ഈ സ്മാർട്ട് ഫോണകത്തൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ വരുന്നത് 180 ഗ്രാംസിലൊക്കെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതിന്റെ തിക്നെസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് 8.8 mm വരുന്നത്. ഇതും നിങ്ങളൊന്ന് ഓർത്തോണം. ഈ സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ തിക്കറാണ് നിങ്ങൾ മറ്റേ വേരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പം. ഇത് നമുക്ക് പറയാം ഒരു സൂട്ട് കേസ് പോലെയൊക്കെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈനും സംഭവങ്ങളൊക്കെ തന്നെ. അപ്പൊ അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോൺ വരുന്നത് ലെതർ ബാക്കിലൊക്കെ തന്നെയാണ്. അതും വേറൊരു കാര്യമാണ്. അടുത്ത ഓപ്ഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതാണ്. ഈ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് ഗ്ലാസ് ബാക്ക് ഒക്കെ തന്നെ ആയിട്ടാണ് വരുന്നത്. ഇതിൽ 3 കളർ വേരിയൻസ് ഉണ്ട്. ഒന്നാണ് നിങ്ങൾക്ക് കോസ്മോസ് ബ്ലാക്കിന്റെ ഓപ്ഷൻ, പിന്നെ ലൂണ വൈറ്റിന്റെ ഓപ്ഷൻ, എയറോറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ സ്മാർട്ട് ഫോൺ അതൊക്കെ. പക്ഷെ ഈ 3 വേരിയൻസ് വരുന്നത് 174 ഗ്രാംസിലൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് 8.0 mm ഹെഗ്നെസിലൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണൊക്കെ വരുന്നത്. മറ്റേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8.8 mm ഒക്കെ ആയിരുന്നു. ഇതും നിങ്ങളൊന്ന് ഓർത്തോണം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഈ സ്മാർട്ട് ഫോണിലൊക്കെ തന്നെ. അപ്പൊ അടുത്തത് Poco F3 GTയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഗെയിമേഴ്സിനുള്ള ഫോണാണ്. ഈ സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ ഹെവി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും മറ്റു ഫോണുകൾ വെച്ച് നോക്കാം. ഇത് 205 ഗ്രാംസ് ഒക്കെ ആയിട്ട് ആണ് ഈ സ്മാർട്ട് ഫോൺ ഒക്കെ വരുന്നത്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ വരുന്നത് 8.0 mm തിക്നെസ് ഒക്കെ തന്നെയായിട്ടാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ഈ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് വരുന്നത് ഗ്ലാസ് ബാക്കും പിന്നെ അലൂമിനിയം ഫ്രെയിം ഒക്കെ തന്നെയായിട്ടാണ് സൈഡ്സിലൊക്കെ. ഇത് നമുക്ക് പറയുന്നത് നല്ല ലുക്സും നല്ല ഡിസൈൻ ഒക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതും നിങ്ങളൊന്ന് ഓർത്തോണം. ഇത് ഗെയിമേഴ്സിന് വേണ്ടിയുള്ള ഫോൺസ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ഗെയിമിംഗ് തന്നെയാണെങ്കിൽ ഈ ഫോണിലോട്ട് നിങ്ങൾക്ക് പോകാനൊക്കെ പറ്റും. പിന്നെ അത് തന്നെയല്ല ഡിസൈനിൽ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറയുടെ ഹബിന്റെ അവിടെ നിങ്ങൾക്ക് കുറച്ച് RGB പോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയുണ്ട് ഈ സ്മാർട്ട് ഫോണത്ത്. അതൊന്നും നിങ്ങൾക്ക് റിയൽമിയുടെ മറ്റു ഫോണൊന്നും തന്നെ ഇല്ല. ഈ ഒരു ഓപ്ഷനും ഈ സ്മാർട്ട് ഫോണകത്ത് പറയാൻ പറ്റും നല്ലതൊക്കെ തന്നെയാണ്. ഇത് കുറച്ചുകൂടി തിൻ ഫോണാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതേപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണകത്ത് വെയിറ്റും സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ സ്മാർട്ട് ഫോണിനെ പറ്റിയും. ഇതും നമുക്ക് പറഞ്ഞ നല്ല ഡിസൈൻ ഒക്കെ തന്നെയാണ്. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോൺസിലേക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ Realme GT മാസ്റ്റർ എഡിഷനിൽ നിങ്ങൾക്കൊരു ഹാൻഡി ഒരു ഫോണാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് നമുക്ക് സെയിം ആയിട്ട് OnePlus Nord പോലെയൊക്കെ തന്നെ വിളിക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾ കിട്ടുന്നത് 6.43 ഇഞ്ചിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇത് 120 ഹെർട്സും കൂടെയാണ്. അതൊരു നല്ല സംഭവം തന്നെയായിരുന്നു. പിന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെയായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ ഒക്കെ വരുന്നത്. ഇത് ഫുൾ HD കൂടെയാണ്. പിന്നെ ഇത് 409 dpi സ്ക്രീൻ ഒക്കെ തന്നെയായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ ഒക്കെ വരുന്നത്. ഓവറോൾ നമുക്ക് വിളിക്കാൻ പറ്റും ഇതൊരു ഹാൻഡി ഫോണാണ്. നല്ലതാണ് നമുക്ക് പറയാൻ പറ്റും. 120 ഹെർട്സ് ഒക്കെ തന്നെയുണ്ട് ഈ സ്മാർട്ട് ഫോണത്തൊക്കെ. ഇത് നമുക്ക് പറയാൻ പറ്റും നല്ല ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം, യൂട്യൂബ് യൂസ് ചെയ്യണം, ഇതുപോലത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ ഇത് ഈ സ്മാർട്ട് ഫോൺ എനിക്ക് പറയാനുള്ള നല്ലതൊക്കെ തന്നെയാണ്. ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ ഒക്കെ നല്ലതാണ്. അടുത്തത് Poco F3 GTയെ പറ്റി സംസാരിക്കുകയാണ്. ഈ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6.67 ഇഞ്ചിന്റെ ഫ്ലെക്സിബിൾ AMOLED ഡിസ്പ്ലേ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ Gorilla Glass 5 ഒക്കെ ഈ സ്മാർട്ട് ഫോൺ ഒക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഫുൾ HD കൂടെ ആണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇതിനകത്ത് HDR10+ന്റെ സപ്പോർട്ടൊക്കെ തന്നെയുണ്ട് ഈ സ്മാർട്ട് ഫോണകത്തൊക്കെ. ഇത് നമുക്ക് പറയുമ്പോൾ 120 ഹെർട്സിന്റെ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് 480 ഹെർട്സിന്റെ ഹെഡ് സാമ്പിൾ റേറ്റ് ഒക്കെ തന്നെയായിട്ടാണ് ഈ സ്മാർട്ട് ഫോണൊക്കെ വരുന്നത്. അപ്പൊ അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോൺ വരുന്നത് 395 ppi സ്ക്രീൻ ഒക്കെ തന്നെയായിട്ടാണ്. ഓവറോൾ ഇതും നമുക്ക് പറയുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോണകത്ത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ വരുന്നത് 10-bit ഡിസ്പ്ലേ ആണ്. അപ്പൊ അത് കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ കളേഴ്സ് ഒക്കെ കുറച്ചുകൂടെ നല്ലതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് HDR ഓപ്ഷൻസ് ഒക്കെ തന്നെ ഉണ്ട്. അതൊക്കെ ആ സംഭവങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പറയുമ്പോൾ നല്ല ഫോണൊക്കെ തന്നെയാണ്. ഇത് കുറച്ചുകൂടെ വലിയ ഫോണാണ്. പിന്നെ റിയൽമിയുടെ ഫോൺ കുറച്ചുകൂടെ കുഞ്ഞു ഫോണാണ്. ഹാൻഡി ഫോൺ വേണമെങ്കിൽ റിയൽമിയുടെ നല്ലതായിരിക്കും. ഇപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്ക്രീൻ വേണമെങ്കിൽ ഞാൻ പറയുന്നത് Poco F3 GT ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. രണ്ടും നമുക്ക് പറയാൻ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള സംഭവമൊക്കെ രണ്ട് ഫോണൊക്കെ തന്നെയുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഡിസ്പ്ലേയും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അടുത്തത് രണ്ട് സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ Realme GT മാസ്റ്റർ എഡിഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ചിപ്സെറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് Snapdragon 778G 5G ആണ് ഈ സ്മാർട്ട് ഫോണിലൊക്കെ വരുന്നത്. ഇത് 6nm ബേസ്ഡ് ആണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഈ വിലയ്ക്ക് നിങ്ങൾ 6nm ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് നമുക്ക് വളരെ നല്ല സംഭവമൊക്കെ തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ GPU പറ്റി പറയുകയാണെങ്കിൽ Adreno 642L ആണ് വരുന്നത്.
പിന്നെ നിങ്ങൾ പോക്കോ F3 GT നോക്കുവാണെങ്കിൽ അതിൽ വരുന്ന Dimensity 1200 5Gയുടെ ഹെഡ്സെറ്റ് ആണ്. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് GPU കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് Mali G77 GPU ഒക്കെ തന്നെയായിട്ടാണ് ഈ ഫോണൊക്കെ വരുന്നത്. ഇപ്പൊ നിങ്ങൾ Dimensity 1200ഉം Snapdragon 778 5G വെച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ Dimensity 1200 ആയിരിക്കും കുറച്ചുകൂടെ ഒക്കെ ഭേദമെന്ന്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 778Gയുടെ ഒരു അഡ്വാൻറ്റേജിനെ പറ്റി പറയുകയാണെങ്കിൽ ലോങ് ടേമിലൊക്കെ ഈ സ്മാർട്ട് ഫോണിന്റെ ഹെഡ്സെറ്റ് കുറച്ചുകൂടെ ഒക്കെ ഭേദം. പിന്നെ അത് തന്നെയല്ല, ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G കുറച്ചുകൂടെ നല്ല ബാറ്ററി ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഇവരൊക്കെ ക്ലെയിം ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 778Gയുടെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞത് ഒന്നാണ് ഇതിന്റെ ബാറ്ററി ബാക്കപ്പും സംഭവങ്ങളൊക്കെ, ഇത് കുറച്ച് ബാറ്ററി വലിക്കത്തുള്ളൂ. പിന്നെ അത് തന്നെയല്ല, ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾ Dimensity 1200 വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ കുറവ് ഹീറ്റിംഗ് ഒക്കെ തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അഡ്വാൻറ്റേജസ് ഒക്കെ തന്നെയുണ്ട് നിങ്ങൾ സ്നാപ്ഡ്രാഗന്റെ ഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ. പക്ഷേ മീഡിയാടെക്കിനകത്ത് നിങ്ങൾക്ക് കുറച്ചൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ കിട്ടും. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ബാറ്ററി ഹീറ്റിംഗ് ഒക്കെ കുറവൊക്കെ തന്നെയായിരിക്കും. ഈ ഒരു അഡ്വാൻറ്റേജ് സ്നാപ്ഡ്രാഗൺ 778Gയുടെ ചിപ്സെറ്റിനകത്തൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടി സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ് നമുക്ക് വിളിക്കാൻ പറ്റും. Dimensity 1200 ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ Dimensity 1200 ആയിരിക്കും. പിന്നെ ലോങ് ടേം സ്റ്റേബിൾ ചിപ്സെറ്റ് ഒക്കെ വേണമെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G പറഞ്ഞ Realme GT മാസ്റ്റർ എഡിഷന്റെ ചിപ്സെറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഒക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റ് സംഭവങ്ങളിനകത്തൊക്കെ. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ 5G ബാൻഡ്സും കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടും നമുക്ക് പറഞ്ഞിട്ട് 5G ചിപ്സെറ്റ് ഒക്കെ തന്നെയായിട്ടാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് Realme GT മാസ്റ്റർ എഡിഷൻ കുറച്ചുകൂടെ കൂടുതൽ ബാൻഡ്സ് ഉണ്ട്. ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വരുന്നത് 8 ബാൻഡ്സ് ആയിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ അതേസമയം Poco F3 GT വരുന്നത് 2 ബാൻഡ്സോടൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ആയിരിക്കും കുറച്ചുകൂടെ 5G സപ്പോർട്ടൊക്കെ ഉണ്ടാകാൻ പോകുന്ന Poco F3 GT ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു സംഭവം കൂടെ ഉണ്ട് ഈ 5G കാര്യങ്ങളിനകത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് പറയുന്ന Realme GT മാസ്റ്റർ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് 5G തന്നെ വേണമെങ്കിൽ. അപ്പോൾ അടുത്തത് ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ സ്റ്റോറേജ് വേരിയൻസും കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ Poco F3 GT നിങ്ങൾക്ക് 6GB RAM 128GB വേരിയന്റ് ഉണ്ട്, 8GB RAM 128GB വേരിയന്റ് ഉണ്ട്, പിന്നെ 8GB RAM 256GB വേരിയന്റ് കൂടെ ഉണ്ട്, പിന്നെ 12GB RAM 256GB വേരിയന്റ് കൂടെ ഉണ്ട്. ഇത് സപ്പോർട്ട് ചെയ്യുന്ന UFS 3.1 ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് Poco F3 GTയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തത് Realme GT മാസ്റ്റർ എഡിഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് വരുന്നത് 6GB RAM 128GB വേരിയന്റ്, 8GB RAM 128GB വേരിയന്റ്, പിന്നെ 256GB 8GB RAM വേരിയന്റ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് Poco F3 GTയുടെയും പിന്നെ Realme GT മാസ്റ്റർ എഡിഷന്റെ ഒക്കെ സ്റ്റോറേജ് വേരിയൻസും കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ട് സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് SD കാർഡ് സ്ലോട്ട് ഒന്നും തന്നെയില്ല. പക്ഷെ നിങ്ങൾക്ക് Realme GT മാസ്റ്റർ എഡിഷൻ ഹെഡ്ഫോൺ ജാക്ക് ഒക്കെ തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് Poco F3 GT ഒരു ഗെയിമിംഗ് ഡിവൈസ് ആയിട്ട് പോലും ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. അപ്പോൾ ഈ ഒരു ഡൗൺ സൈഡ് ഉണ്ട് Poco F3 GTയിലൊക്കെ. പക്ഷെ രണ്ട് സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. ഇത് നല്ല കാര്യം തന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത സോഫ്റ്റ്വെയർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ടും നമുക്ക് പറയാൻ പറ്റും നല്ലതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് Poco F3 GTയിൽ വരുന്ന MIUI ഒക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് Poco ലോഞ്ചർ ഒക്കെ തന്നെയായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ ഒക്കെ വരുന്നത്. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന MIUI 12.5 ഒക്കെ തന്നെയാണ്. ഇത് Android 11 ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ തന്നെയാണ് ഈ ഫോണൊക്കെ വരുന്നത്. അപ്പോൾ അടുത്തത് Realme GT മാസ്റ്റർ എഡിഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് Realme UI 2.0 ആണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ വരുന്നത് Android 11 ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ തന്നെയാണ്. Realme UI നമുക്ക് പറയാൻ പറ്റും ഡെയിലി അവർ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. Realme UI ഒക്കെ MIUI വെച്ച് നോക്കുകയാണെങ്കിൽ MIUIയുടെ ആഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ പോക്കോയുടെ ഫോണാണ്ട് ആഡ്സ് ഒന്നും തന്നെയല്ല, അത് വേറൊരു കാര്യം. അപ്പോൾ അടുത്തത് ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ Poco F3 GTയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ Poco F3 GTയിൽ നിങ്ങൾക്ക് 64 മെഗാപിക്സലിന്റെ വൈഡ് ലെൻസ് ആണ് വരുന്നത്, f1.7 ബേസ്ഡും കൂടെയാണ്. പിന്നെ ഇതിനകത്ത് അൾട്രാ വൈഡ് ഉണ്ട്, ഇത് 8 മെഗാപിക്സലാണ്, f2.2 ബേസ്ഡ് ആണ്. പിന്നെ 2 മെഗാപിക്സലുണ്ട്, f2.4 ഇത് ഹാക്രോ ക്യാമറയാണ്. പിന്നെ ഇത് സ്മാർട്ട് ഫോണിന്റെ മെയിൻ ക്യാമറ സെൻസർ ശരിക്കും പറഞ്ഞാൽ ഒംനിവിഷൻ സെൻസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറ ആണ് 16 മെഗാപിക്സലിന്റെ ആണ്. പക്ഷെ ഇത് FHD വരെ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. മറ്റ് മെയിൻ സെൻസേഴ്സ് ഒക്കെ 4K വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ്. നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ ഏത് ഫോണാണ് നല്ലത്, സ്പെഷ്യലി ക്യാമറാസ്. അത് ഇപ്പൊ നിങ്ങൾ ചിപ്സെറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത് സംഭവങ്ങൾ ഈ സ്മാർട്ട് ഫോൺ അത് ബെറ്റർ ചിപ്സെറ്റ് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. പക്ഷെ ക്യാമറാസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്താലേ പറയാൻ പറ്റുന്നത്. സോഫ്റ്റ്വെയർ പ്രോസസ്സിങ്, ഈ സെൻസറിന്റെ ഗുണം, പിന്നെ മെഗാപിക്സൽ എല്ലാം കൂടെ ആയിട്ടാണ് ഒരു ഫോട്ടോ ഒക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ചിപ്സെറ്റിലാണ് സുഖമായിട്ടൊക്കെ പറയുന്നു. പിന്നെ അടുത്തത് Realme GT മാസ്റ്റർ എഡിഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് 64 മെഗാപിക്സൽ f1.8 ലെൻസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സൽ നിങ്ങൾക്ക് അൾട്രാ വൈഡ് ഉണ്ട്, f2.2 ബേസ്ഡ്. പിന്നെ 2 മെഗാപിക്സൽ നിങ്ങൾക്ക് ഹെറോ ക്യാമറ വരുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണകത്തൊക്കെ. ഈ സ്മാർട്ട് ഫോണിന്റെ മെയിൻ സെൻസർ 4K വരെയൊക്കെ സപ്പോർട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ 32 മെഗാപിക്സലിന്റെ f2.5 സെൽഫി ക്യാമറ ആണുള്ളത്.
ഇത് നമുക്ക് പറയാൻ പറ്റും FHD വരെയൊക്കെ ഈ സ്മാർട്ട് ഫോണൊക്കെ റെക്കോർഡൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളത് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസും കാര്യങ്ങളിനകത്ത്. അപ്പോൾ അടുത്ത ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയാൻ Realme GT Master Edition നിങ്ങൾക്ക് വരുന്നത് 4300 mAh ബാറ്ററി ഒക്കെ തന്നെയായിട്ടാണ് ഈ സ്മാർട്ട് ഫോണൊക്കെ വരുന്നത്. പക്ഷേ ബോക്സിൽ നിങ്ങൾക്ക് 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു Snapdragon 778G ബാറ്ററി ഒപ്റ്റിമൈസേഷനിൽ നമുക്ക് പറയാൻ നല്ലതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് ബാറ്ററി അതൊക്കെ വലിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല ഇത് 6nm ബേസ്ഡും കൂടെയാണ്. അപ്പോൾ കുറച്ച് ചിപ്സെറ്റ് ഒക്കെ കറണ്ട് ഒക്കെ വലിക്കത്തുള്ളൂ. അതും വേറൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളത് Realme GT Master Editionന്റെ കാര്യമാണ്. പിന്നെ Poco F3 GT പറ്റി പറയുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത് 5065 mAh ബാറ്ററി ബാക്കപ്പിലൂടെയാണ്. പിന്നെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഒക്കെ ബോക്സിലൊക്കെ വരുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടിയേക്കാം. നമുക്ക് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ പറയാം എന്നാലും Poco F3 GT ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഒക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളതാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളിനകത്തൊക്കെ. അടുത്തത് ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ വിലയും സംഭവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ Realme GT Master Editionന്റെ 6GB RAM 128GB വേരിയന്റ് വരുന്നത് 26,000 rupees ആണ്. പിന്നെ 8GB RAM 128GB വരുന്നത് 21,000 രൂപയ്ക്കാണ്. പിന്നെ 8GB RAM 256GB വരുന്നത് 10,000 രൂപയ്ക്കൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ് സംഭവമൊക്കെ. നമുക്ക് ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയാണ്. Poco F3 GT ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സ്മാർട്ട് ഫോണിന്റെ ബേസ് വരുന്നത് നമുക്ക് 26,000 rupees ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ വിലയും കാര്യങ്ങളാണ്. അപ്പൊ Poco F3 GTയുടെ വിലയും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ എല്ലാം അറിയായിരിക്കും. അപ്പൊ ഞാൻ ഇത് സെയിം തന്നെ റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് Realme GTയുടെ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളത് ഈ സ്മാർട്ട് ഫോണിന്റെ വിലയും സംഭവങ്ങളിനകത്തൊക്കെ. അപ്പോൾ അടുത്തത് കൺക്ലൂഷനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടും എനിക്ക് പറയാനുള്ള രണ്ട് നല്ല ഫോൺസ് ഒക്കെ തന്നെയാണ്. ഇപ്പോൾ ഗെയിമിംഗ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ തന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് Poco F3 GT നല്ല ഫോണായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഹാൻഡി ഫോൺ വേണം, ഇപ്പോൾ കുറച്ചുകൂടെ നല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം, യൂട്യൂബ് യൂസ് ചെയ്യണം, പിന്നെ കോഡിങ്ങിനൊക്കെ തന്നെയാണ്, പിന്നെ കുറച്ച് ഗെയിമിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് Realme GT Master Edition കുറച്ച് ബെറ്റർ ഓപ്ഷൻ ഒക്കെ തന്നെയായിരിക്കും. പിന്നെ ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ ക്യാമറസിനെ പറ്റി പറയാൻ സെയിം പിക്സലൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഫോണൊക്കെ ഉപയോഗിച്ചാലേ നമുക്ക് പറയാനൊക്കെ പറ്റത്തുള്ളൂ ഏത് സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് ഒക്കെ തന്നെയാണ് നല്ലതെന്ന്. അപ്പൊ നോക്കാം എന്താണ് ഈ സംഭവങ്ങളിലതൊക്കെ. അപ്പൊ രണ്ടും നമുക്ക് പറയാൻ നല്ല ഫോൺസ് ഒക്കെ തന്നെയാണ്. സ്പെഷ്യലി എനിക്ക് GT Master Editionന്റെ ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെട്ടു. രണ്ടും നമുക്ക് പറയാൻ നല്ല ഫോൺസ് ഒക്കെ തന്നെയാണ്. Realme ആണെങ്കിൽ Realmeയിലോട്ട് പോകാം, Xiaomi ആണെങ്കിൽ Poco ആണെങ്കിൽ Pocoയിലോട്ടൊക്കെ പോകാം. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളതാണ് ഈ വീഡിയോ ഒക്കെ. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ഇപ്പൊ ഗെയിമിംഗ് വേണമെങ്കിൽ ഞാൻ പറയുന്നത് Poco F3 GT, മറ്റ് Realme GT Master Edition ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.